മാവുങ്കാൽ ഭാഗത്ത് കാസർഗോഡ് ജംഗ്ഷൻ മുതൽ പാണത്തൂർ ജംഗ്ഷൻ വരെ 9 മീറ്റർ വീതിയിൽ സർവീസ് റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം ബിജെപി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ റിലേ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. മാവുങ്കാൽ ഭാഗത്ത് കാസർഗോഡ് ജംഗ്ഷൻ മുതൽ പാണത്തൂർ ജംഗ്ഷൻ വരെ 9 മീറ്റർ വീതിയിൽ സർവീസ് റോഡ് നിർമ്മിക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ബിജെപി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ റിലേ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. സാംസ്കാരിക പ്രവർത്തകൻ വേണുഗോപാലൻ നമ്പ്യാർ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരും സൂചിപ്പിച്ച മാതിരി 2021 തന്നെ ഇവിടെ ഇങ്ങനെയൊരു കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നു. എന്തോ ചില കാരണങ്ങളാൽ അത് പ്രതീക്ഷിച്ച മാതിരി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഏതായാലും വൈകിയെന്ന് വിചാരിക്കാതെ ഇനിയെങ്കിലും അങ്ങോട്ടുള്ള പ്രവർത്തനം വളരെ ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായും നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ സന്ദർഭത്തിൽ ഞാൻ ഒരു കാര്യം ഓർത്തുപോവുകയാണ്. പ്രശസ്ത നിരൂപകനും സാഹിത്യകാരനും ഒക്കെ ആയിരുന്ന എല്ലാവർക്കും അറിയാവുന്ന ശ്രീ സുകുമാർ അഴീക്കോട് എക്സ്പ്രസ് ഹൈവേ വരുന്ന അവസരത്തിൽ പറയുകയുണ്ടായി, കേരളം രണ്ടായി വിഭജിക്കപ്പെടുമെന്ന്. ഇന്ന് അക്ഷരാർത്ഥത്തിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ഗ്രാമങ്ങൾ അതുപോലെ പട്ടണങ്ങളിൽ തന്നെ ഒരു വശം ഇല്ലാതായ അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. നമ്മൾ അധികം ദൂരം പോകേണ്ടതില്ല. ഇന്നത്തെ മാവുങ്കാലിന്റെ അവസ്ഥ തന്നെ നമുക്കറിയാവുന്നതാണ്. എ വേലായുധൻ, ജുകേഷ്, പ്രശാന്ത് സൗത്ത്, ബാബു KC, അനന്തൻ, പ്രദീപ് M, ഭരതൻ കല്യാൺ റോഡ്, ഗിരീഷ് കാട്ടുകുളങ്ങൽ, രവീന്ദ്രൻ മാവുങ്കാൽ, സുനിൽ, ഉണ്ണികൃഷ്ണൻ, M ബൽരാജ് എന്നിവർ സംസാരിച്ചു. ബിജെപി മണ്ഡലം സെക്രട്ടറി വൈശാഖ് സ്വാഗതം പറഞ്ഞു. ബിജെപി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് P അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.